ഹായ്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് ആയിട്ടുള്ള ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ പോയ്സൺ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എപ്പോഴാണ് നമ്മൾ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്? ഇൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ഇഫ് പി ആൻഡ് എൻ ആർ നോൺ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ്. എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം, എക്സ് ഫോളോസ് ബൈനോമിയൽ എൻ പി ആണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് സക്സസസ് ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്, അതായത് എക്സ് സക്സസസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പിയും എന്നും അറിയെങ്കിൽ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് പി ആണ്. സോ നമുക്ക് ഇതിൽ അറിയേണ്ടത് ആകെ ആരെ മാത്രമാണ്? എൻ ആൻഡ് പി മാത്രമാണ്. സോ നമുക്ക് ആ ഒരു പ്രോബബിലിറ്റി കണക്കാക്കാൻ പറ്റും. ബട്ട് വെൻ പി is small and n is very large or n is not finite, അങ്ങനെ പറഞ്ഞാൽ n tending to infinity, n large ആവാന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? n tending to infinity, the use of binomial distribution is not logical. എന്തുകൊണ്ടാണ്? n എന്ന് പറയുന്ന ഈ ഒരു നമ്പർ ലാർജ് ആകുമ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത്തരം കേസുകളിൽ we use the limiting form of binomial distribution which is known as Poisson distribution. ലിമിറ്റിംഗ് ഫോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് n ഇൻഫിനിറ്റി ആകുമ്പോൾ, ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആകുന്ന കേസിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്തിലേക്ക് ടെൻഡ് ചെയ്യും? പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിലേക്ക് ടെൻഡ് ചെയ്യും. ക്ലിയർ അല്ലേ? ഇനി എന്താണ് ഒരു പോയ്സൺ റാൻഡം വേരിയബിൾ? എ പോയ്സൺ റാൻഡം വേരിയബിൾ is a discrete random variable that counts the number of times a certain event will occur in a specific interval. ഒരു ടൈം ഇന്റർവെല്ലിൽ ഒരു പ്രത്യേക ഇവന്റ് എത്ര ടൈം ഒക്കർ ചെയ്യുന്നു എന്നുള്ളതാണ് പോയ്സൺ റാൻഡം വേരിയബിൾ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. കോൾസ് പെർ അവർ അറ്റ് എ കോൾ സെന്റർ. നോക്കാം, ഒരു പ്രത്യേക ടൈം ഇന്റർവെൽ ആണ് അല്ലേ? ഒരു കോൾ സെന്ററിൽ വരുന്ന നമ്പർ ഓഫ് കോൾസ് ഇത് റാൻഡംലി ആൻഡ് ഇൻഡിപെൻഡന്റ്ലി ആണ് ഒക്കർ ചെയ്യുന്നത്. എന്താ റാൻഡംലി ആൻഡ് ഇൻഡിപെൻഡന്റ്ലി എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു കോള് വരുന്നത് മറ്റൊരു കോള് വരുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആൻഡ് ദേ ആർ ഒക്കറിങ് റാൻഡംലി. ഓക്കെ, ഒരു പ്രത്യേക രീതിയിലല്ല അത് നടക്കുന്നത്. ആ ഒരു ഇവന്റ് നടക്കുന്നത് റാൻഡം ആയിട്ടാണ് ആ ഒരു ഇവന്റ് നടക്കുന്നത്. അത്തരം കേസുകളിലാണ് നമ്മൾ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്? നമ്പർ ഓഫ് അറൈവൽസ് അറ്റ് എ റെസ്റ്റോറന്റ് ഇൻ എ പെർട്ടിക്കുലർ ടൈം. ഓക്കെ, നമ്പർ ഓഫ് വെബ്സൈറ്റ് വിസിറ്റേഴ്സ് പെർ അവർ, number of network failures per week, number of traffic accidents per week, number of printing mistakes per page in a book. ഒരു ബുക്കിലുള്ള number of mistakes, printing mistakes. ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടൈമിൽ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ, പെർട്ടിക്കുലർ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വോളിയം ഓർ ഇൻ എ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്, ഈ ഒരു സിറ്റുവേഷൻസിൽ നടക്കുന്ന ഇവന്റ്സിന്റെ എണ്ണമാണ് നമ്മുടെ റാൻഡം വേരിയബിൾസിന്റെ വാല്യൂസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. പോയ്സൺ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി കർവ് ആണിത്. ഇവിടെ k എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒക്കറൻസസ് ആണ്. y ആക്സിൽ തന്നിരിക്കുന്നത് പ്രോബബിലിറ്റി ആണ്. എന്താണ് ലാംഡ? ലാംഡ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മീൻ ഒക്കറൻസസ് ഓഫ് ഇവന്റ് ഇൻ എ സ്പെസിഫിക് ടൈം ഇന്റർവൽ അല്ലെങ്കിൽ ഇൻ ആൻ ഇന്റർവൽ. ഓക്കെ, ഇപ്പൊ ലാംഡ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആവറേജ് റേറ്റ് അല്ലെങ്കിൽ മീൻ എന്ന് വിളിക്കാം. ഇവിടെ കോൾസ് പെർ അവർ അറ്റ് എ കോൾ സെന്റർ എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂറിൽ ആവറേജ് റേറ്റ് ഓഫ് കോൾസ് 20 ആണെന്ന് പറഞ്ഞാൽ ലാംഡ ഈക്വൽ ടു എന്താണ്? 20 ആണ്. ക്ലിയർ അല്ലേ? ഇനി എന്താണ് ഇതിന്റെ PMF എന്ന് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്, അതായത് നമ്പർ ഓഫ് ഒക്കറൻസസ് എക്സ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഡ റേസ് ടു എക്സ് ഇ റേസ് ടു മൈനസ് ലാംഡ ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ, വേർ എക്സ് ഇസ് ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി വരെ പോകും. ക്ലിയർ അല്ലേ? എന്നാൽ ബൈനോമിയലിന്റെ കേസിൽ അപ് ടു എക്സിന്റെ വാല്യൂ എവിടെ വരെയായിരുന്നു പോവുക? എക്സ് 0, 1, 2 എക്സെട്ര അപ് ടു n. ഇതാണ് ഇവിടുത്തെ ഡിഫറൻസ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത്
ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുന്നു. Where lambda is the mean number of occurrences in the interval and E is the Euler's constant, which is approximately equal to 2.71828. എങ്ങനെയാണ് ഈ ഒരു പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനിലേക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ലിമിറ്റിംഗ് കേസ് ആയിട്ട് എത്തിച്ചേരുന്നത് നമുക്ക് നോക്കാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിലേക്ക് ടെൻഡ് ചെയ്യുന്നത് അണ്ടർ സം കണ്ടീഷൻസ് ആണ്. ഫസ്റ്റ് കണ്ടീഷൻ n tends to infinity, അതായത് n എന്താണ് ലാർജ് ആകുമ്പോൾ. രണ്ടാമത്തെ കണ്ടീഷൻ p is far less than 1, which is p very small ആകുന്ന കേസിൽ. തേർഡ് കണ്ടീഷൻ എന്താണ് np, അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീന് ലാംഡ എന്നൊരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റിക്ക് ഈക്വൽ ആകുമ്പോൾ. ഈ ഒരു 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്തിലേക്ക് ടെൻഡ് ചെയ്യുന്നു? പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിലേക്ക് ടെൻഡ് ചെയ്യുന്നു. ക്ലിയർ? ഇനി എങ്ങനെ ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും നോക്കാം. നമുക്കറിയാം എക്സ് ഫോളോസ് ബൈനോമിയൽ എൻ പി ആണെങ്കിൽ കറസ്പോണ്ടിങ് പി എം എഫ് എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്, വേർ എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സക്സസസ് ആണ്, അതായത് 1 0 1 2 എക്സെട്ര അപ് ടു n, and there is one more condition which is p plus q is equal to 1, where p എന്ന് പറഞ്ഞാൽ probability of success, q എന്ന് പറഞ്ഞാൽ probability of failure. ഇനി ഈ ഒരു f of x നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? n factorial divided by x factorial into n minus x factorial p raised to x q raised to n minus x. This is equal to n factorial എങ്ങനെ എഴുതാം? n into n minus 1 into n minus 2 into etc. up to n minus x minus 1 into n minus x factorial. That divides x factorial into n minus x factorial into p raised to x q raised to n minus x. n minus x factorial common ആണ്, so അത് cancel ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? n into n minus 1 into n minus 2 etc. up to n minus x minus 1. That divides x factorial into p raised to x. ഈ q എന്ന് പറയുന്നത് എന്താണ്? 1 minus p ആണ്. So q raised to x n minus x ന് പകരം എന്ത് എഴുതാം? 1 minus p raised to n minus x. This is equal to, ഇനി നോക്കാം, ഇവിടെ ഒരു n ഉണ്ട്, സോ ആ n ഞാൻ അങ്ങനെ എഴുതി. ഇനി ഈ ഓരോ ടേമിൽ നിന്നും ഞാൻ ഒരു n ഔട്ട്സൈഡ് എടുത്തു കഴിയുമ്പോൾ എത്ര n വരും? ഇവിടെ ഒരു 1 2 എക്സെട്ര അപ് ടു x minus 1 n വരും അല്ലേ? ദാറ്റ് ഈസ് n raised to x minus 1 nസിനെ ഞാൻ എന്ത് ചെയ്തു? ഔട്ട്സൈഡ് എടുത്തു. ബാക്കി എന്ത് വരും? 1 minus 1 by n into 1 minus 2 by n etc. up to 1 minus x minus 1 by n divided by x factorial into p raised to x 1 minus p raised to n. ബാക്കിയുള്ള ഈ 1 minus p raised to n minus x ഇല്ലേ? സോ ആ 1 minus p raised to x minus x ടേമിനെ ഞാൻ ഡിനോമിനേറ്ററിലേക്ക് എഴുതി. സോ എന്ത് വരും? 1 minus p raised to x എന്ന് വരും. This is equal to n raised to, ഇവിടെ ഒരു n ഉണ്ട്, ഇവിടെ ഒരു n raised to x minus 1 ഉണ്ട്. സോ ഇവിടെ ബാക്കി റിമെയിൻ ചെയ്യുന്നതായിരിക്കും n raised to x. So n raised to x into 1 minus 1 by n into 1 minus 2 by n etc. up to 1 minus x minus 1 by n into p raised to x 1 minus p raised to n. That whole divides x factorial into 1 minus p raised to x എന്ന് വരും. That is equal to np whole raised to x. എങ്ങനെയാ വന്നിരിക്കുന്നത്? ഈ n raised to x ഉം p raised to x ഉം കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്തായി? np whole raised to x എന്നായി. ബാക്കി ടേംസ് എന്തൊക്കെയാണ്? 1 minus 1 by n into 1 minus 2 by n into etc. up to 1 minus x minus 1 by n into 1 minus p whole raised to n. That divides x factorial 1 minus p whole raised to x എന്ന് വരും അല്ലേ? ഇനി നമ്മുടെ കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? n ലാർജ് ആണ്, p വളരെ ചെറുതാണ്, np എന്ന് പറയുന്നത് ലാംഡ എന്നൊരു കോൺസ്റ്റന്റ് ആണ്. npക്ക് ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലാംഡ റേസ് ടു x 1 minus 1 by n 1 minus 2 by n etc. up to 1 minus x minus 1 by n into
1 minus np lambda ആണെങ്കിൽ p എന്തായിരിക്കും lambda by n. So p ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം lambda by n whole raised to n. That whole divides x factorial into 1 minus lambda by n whole raised to x. ഇനി നോക്കാം ഇത്രയും ടേംസ് അതായത് 1 minus 1 by n into 1 minus 2 by n into etc. up to 1 minus x minus 1 by n എന്തായിരിക്കും വരിക as n tending to infinity. ഈ ഒരു ടേം ഇൻഫിനിറ്റിയിലേക്ക് പോവാന്ന് പറയുമ്പോൾ 1 minus 1 by infinity എന്നാവും അല്ലേ. That is 1 minus 2 by infinity into etc. up to 1 minus x minus 1 by infinity. 1 by infinity എന്താണ് 0. So 1 minus 0 1. 2 by infinity എന്താണ് 0. So 1 minus 2 by infinity എന്താവും 1. അങ്ങനെ etc. up to ഇതൊക്കെ എന്താവും 1 ന് ഈക്വൽ ആവും. So this all tends to 1. അങ്ങനെയാണെങ്കിൽ ബാക്കി റിമൈൻ ചെയ്യുന്ന എന്തായിരിക്കും lambda raised to x ഇത്രയും ടേംസ് is equal to 1 ആയി. ബാക്കി 1 minus lambda by n whole raised to n that divides x factorial into 1 minus lambda by n whole raised to x എന്ന് വരും. ഇനി നോക്കാം നമുക്കറിയാം e raised to x എന്ന് പറഞ്ഞാൽ എന്താണ് ലിമിറ്റ് n tending to infinity 1 plus 1 by n ആണ് അല്ലേ 1 plus 1 by n whole raised to n ആണ്. So ഇതേ ഫോമാറ്റിൽ നമുക്ക് e raised to minus x നെ എങ്ങനെ എഴുതാം ലിമിറ്റ് n tending to infinity 1 minus 1 by n whole raised to n എന്ന് എഴുതാം. ഇതാണ് e raised to x ന്റെയും e raised to minus x ന്റെയും എക്സ്പാൻഷൻ. സോ ഈ ഒരു കാര്യം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ 1 minus lambda by n x ന് പകരം ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് lambda by n ആണ്. അപ്പോൾ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം lambda raised to x into e raised to minus lambda that divides x factorial into 1 minus lambda by n whole raised to x. അതും എന്തായി പോകും 1 minus lambda by ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ 1 by infinity എന്താണ് 0 ആണ്. whole raised to x ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക 1 ലേക്ക് ടെൻഡ് ചെയ്യും. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് വരും lambda raised to x e raised to minus lambda by x factorial. ക്ലിയർ അല്ലേ? So under these three conditions f of x എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി lambda raised to x e raised to minus lambda by x factorial. അതായത് f of x എന്ന് പറയുന്ന ഈ ഒരു PMF ആണ് Poisson distribution ഫോളോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് x നെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം x follows Poisson lambda എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ.